friends, welcome back to my YouTube channel. ഹായ്, നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ ഞാൻ എന്തെങ്കിലും മൂടി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായിട്ട് വന്ന് കമൻറ്റ് ഇടാം, ഒരു ചേച്ചി ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ മുഖത്തോട് മൂടിയിട്ട് ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാശ് ചെയ്താൽ പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ സ്ഥിരം കമൻറ്റ് ഇടും കേട്ടോ. അത് ലൈവിലൊക്കെ വന്ന് പറയും സ്ഥിരമായിട്ട്. അപ്പം എടാ, നിൻ്റെ അറിവിലേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടോടെ പണ്ടുള്ള സമയത്തൊക്കെ മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടു കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഇല്ലേ? മുക്കും വായും പൊത്തിക്കഴിഞ്ഞാൽ ആർക്കാണ് ശ്വാസം മുട്ടാത്തത്? അതിൻ്റെ അടുത്ത് ഓർത്തൂടെ. അവൻ ഏതോ സീരീസ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് എന്നോട് പറയുന്നതാണ് കേട്ടോ, ചേച്ചി ഒന്ന് ചെയ്യേ ചേച്ചി ഒന്ന് ചെയ്യേ ചേച്ചി. പിന്നെ നമുക്ക് വലിയ ചെയ്തോ ഒന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നും പറയുന്നില്ല. നല്ല എന്താ വേറെ മോശമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നില്ല. ഇങ്ങനെ ഒന്ന് പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഡെമോ കാണിച്ചതേ ഉള്ളൂ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? അപ്പം അവൻ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ് ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ക്ലീനിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കുറേ തുണികൾ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്, അതൊക്കെ നമുക്കിന്ന് കഴുകാനുള്ളതാണ് കേട്ടോ. മഴ ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ കൊണ്ടൊന്ന് മുക്കിയിടാന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും എന്താ പരിപാടി? അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കോട്ടോ, എല്ലാവരും സബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വായോ, നമുക്ക് ആദ്യമേ തുണി കൊണ്ടുപോയി മുക്കി വെക്കാം കേട്ടോ. തുണിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തുണിയൊക്കെ കൊണ്ട് മുക്കി വെക്കട്ടെ. കാശി എൻ്റെ കൂട്ടിന് വന്നേക്കാണ്, അങ്ങനെ വാടി പോവാത്ത മടിച്ചൻ. മഴ കേട്ടോ, നാളെ മറ്റന്നാൾ അവധിയല്ലേ, പെരുന്നാളിൻ്റെ അവധി പ്രാവശ്യം 2 ദിവസം ഉണ്ടല്ലോ. അങ്ങനെ മടിക്കുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിടാമെന്ന്. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ടേ ഉള്ളൂ മോൾക്ക് അങ്ങനെ വടി പോകാൻ പറ്റത്തുള്ളൂ. LKG പോവാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് 2 ദിവസം എന്തായാലും വിടണം. നമുക്കെന്തായാലും സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചിട്ട് കാണാം, ഓക്കെ? നമ്മൾ അടുക്കളയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുക്കള ഒന്ന് കാണണ്ടേ? നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും. അതേപോലെ അവസ്ഥയിലാണ് കേട്ടോ. ഞാൻ ഫുൾ അലങ്കോലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ അലങ്കോലപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാനൊന്നും പറ്റൂല, കാരണം വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്ക് അതിനുള്ള സമയം കാണത്തുള്ളൂ. ഉണ്ടാകുക ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ? ആഹാ, എന്താ വൃത്തി! ഫുള്ള് കൂശായി കിടക്കാണ് കേട്ടോ. അപ്പം ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല, കാരണം നമ്മൾ അടുക്കളയിൽ അതിന് വേണ്ടി കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലല്ലോ. അതുകൊണ്ട് നമുക്കുള്ളതൊക്കെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഞാൻ എടുക്കുന്നത് ഞാൻ ഇന്നലെ വൃത്തിയാക്കും, ഇന്ന് അലങ്കോലപ്പെടുത്തും, നാളെ വൃത്തിയാക്കും, മറ്റന്നാൾ വൃത്തികേടാക്കും. അങ്ങനെയാണ് കേട്ടോ. കാരണം എടുക്കുന്നത് വീണ്ടും രാവിലെ ധൃതി പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് അതവിടെ ഇടുന്നത് അവിടെ ഇടും, പിന്നെ അവിടെ പിന്നെ അങ്ങനെ എല്ലാവരും എന്നെ പോലാണോ? ആയിരിക്കത്തില്ല. നല്ല ഓർഗനൈസ് ചെയ്ത് പോകുന്നവരുണ്ട്, എന്നെ പോലെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൃത്തിയായിട്ട് പോകുന്നവർ അങ്ങനെ പോട്ടെ, നമ്മളെപ്പോലെ അൺഓർഗനൈസ്ഡായി പിന്നെ ഓർഗനൈസ് ചെയ്ത് പോകുന്നവർ അങ്ങനെ പോട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളെന്തായാലും ഇത് വൃത്തിയാക്കാൻ പോവുകയാണ് ഇന്നത്തെ വ്ളോഗിൽ. വൃത്തിയാക്കട്ടെ. കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, വായോ. നമ്മുടെ വീട്ടിൽ ഞാൻ വേണ്ടാത്തതായിട്ട് ഒരു സാധനം ഒരു കുപ്പി പോലും വെക്കൂല കേട്ടോ. മീൻസ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുപ്പിയൊക്കെ ഒഴിച്ചിട്ട് ഇതിനകത്ത് എല്ലാ കുപ്പികളും നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത്, അല്ലാതെ ഇടാത്തൊരു കുപ്പി പോലും ഇവിടെ ഇരിപ്പില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവിടെ കൈലേന്നതൊക്കെ ഇരിക്കുന്നതെന്ന്? കാരണം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ ഈ അടുക്കളയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ പ്രത്യേകിച്ച് അലമാരിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്കങ്ങനെ സ്റ്റോറേജ് സ്പേസ് വേറെ ഇല്ലാത്തത് കൊണ്ടും നമ്മളെന്ത് ചെയ്തു, നമ്മളെല്ലാ സാധനങ്ങളും ഇതിനകത്താണ് വെക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് പ്രശ്നം. അല്ലാതെ ഈ അടുക്കളയിൽ നമ്മളൊരു സാധനം സൂക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം സ്ഥലമില്ലാത്തവരങ്ങനെയൊക്കെയാണല്ലോ, കുറേ കാരണമായില്ലേ. എന്തായാലും സ്ഥലമില്ലാത്തവരങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറ്. ഉള്ള സ്ഥലത്ത് നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുള്ള് എടുക്കാൻ നിന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും, എൻ്റെ സമയം പോവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ ഒരു തട്ട് മൊത്തം വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പറയൂ, വൃത്തിയായോ വൃത്തികേടായോ വൃത്തിയാക്കാനുണ്ടോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ഓരോന്ന് വൃത്തിയാക്കട്ടെ, ഓക്കെ? പറ.
അങ്ങനെ ഇതാ നമ്മുടെ ഒരു തട്ട് നമ്മൾ അടുക്കി പറക്കിയിരിക്കുന്നു ഗേസ്. കണ്ടോ, താഴത്തെ തട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത തട്ട്. അതാ അടുത്ത തട്ടിലിരിക്കുന്നത് എന്താണ് ഞാൻ ഓരോ തട്ടിലിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ. അപ്പം നമ്മൾ ഇവിടുത്തെ ഉള്ളത് പൊടി വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ചല്ലാതെ ഐറ്റംസും പിന്നെ എന്താ ബുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. കുറേ ബുക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെക്കുക. പിന്നെ സ്പ്രേയും പൗഡറൊക്കെ ആയിട്ടുണ്ട് ഐറ്റംസൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് അവിടെ ഇരിക്കുക. ഇനി നമ്മൾ നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അത് നമുക്ക് അനക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, സ്പ്രേ ഐറ്റംസ്, പിന്നെ സാനിറ്റൈസർ, പിന്നെ നമ്മുടെ മറ്റേ പെയിൻ കില്ലർ, പിന്നെ ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, പിസ്തായുടെ ഷെല്ലാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ആർട്ട് ക്രാഫ്റ്റ് വർക്കിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത്. നമ്മുടെ വഞ്ചി, പിന്നെ എന്താ നമ്മുടെ വിളക്ക് എന്താ ഇവിടെ വെച്ചേക്കുന്നത് വരുന്നവരെല്ലാം ചോദിക്കും കേട്ടോ. കാരണം നമുക്കിതാണ് സേഫ്. വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വിളക്ക് എന്താ ഇങ്ങനെ അടുക്കള കൊണ്ട് വെച്ചേക്കുന്നതെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് അടുക്കള വെക്കുന്നതാണ് നമുക്ക് സേഫ്. കാരണം 2 പിള്ളേരുണ്ട് നമുക്ക്. ഇവിടെ ബാക്കി എല്ലായിടം എന്ന് പറഞ്ഞാൽ എത്തുന്നിടമാണ്. ഇവിടെ അല്ലാതെ ഷെൽഫോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന നമുക്കൊരു തട്ടോ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കണം, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും മറ്റേ തടിയുടെ വാങ്ങിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തൽക്കാലം നമുക്ക് വേറെ മാർഗ്ഗമില്ല. പിള്ളേരെടുക്കാൻ നമുക്ക് പേടിക്കേണ്ടത് അവരെയാണ്. അവരെ മാത്രം പേടിച്ചാൽ മതി. അപ്പോൾ അവരെടുത്ത് വിളക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടും അപകടം കൂടിയ സാധനമാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതാരും തൊടൂല. ഇപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയമാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് തൊടൂല. അതിൻ്റെ മേളിൽ നമുക്ക് അടുക്കളയിൽ വേണ്ടുന്ന അടുക്കളയിൽ എനിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊന്നും അതിൻ്റെ മേളിൽ വെച്ചിട്ടില്ല. അപ്പോൾ ആകെ ഉള്ളത് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ആ ഒരു സമയം ഞാൻ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ച് ആ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാതിരിക്കാന്ന് വിചാരിച്ചാൽ മതിയില്ല. അർജൻറ്റായിട്ട് ചെയ്യേണ്ട ക്രാഫ്റ്റ് വർക്കിനൊന്നും എന്താ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ. അപ്പം ഒരു പാഷനാണ് ആ ക്രാഫ്റ്റ് എന്നുള്ളത്. ആ പാഷൻ കുറച്ച് ദിവസത്തേന് മാറ്റി വെക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് സേഫായിട്ട് വിളക്കിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. ആ വിളക്ക് വെച്ചിരിക്കുന്നിടത്ത് നമ്മളൊന്നും കഴിക്കുന്ന സാധനങ്ങളോ അത്ര മേലല്ലേ അങ്ങനെയൊന്നും കൊണ്ടുപോകാനോ എടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതവ സേഫായിട്ടിരിക്കും. അതാണ് അതിനെക്കുറിച്ച് കഥ. ഇപ്പം നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യാം. ഹോമെന്നൊന്നും പറയാൻ പറ്റില്ല, റൂം ടൂറൊക്കെ ചെയ്യാം. സമയം ആവട്ടെ. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് റൂം ടൂറൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്താ നമ്മുടെ തേപ്പൊട്ടി അതൊക്കെ ഏട്ടൻ എടുക്കുന്നതാണ്. നമ്മുടെ കുറേ റിംഗ് ലൈറ്റിൻ്റെ ബാക്കി അതൊക്കെ എടുത്ത് കളയണം. അങ്ങനെയുള്ള പിന്നെ പാത്രങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അവിടെ എല്ലാം അടുക്കി പറക്കിട്ടോ. ഈ 3 തൊട്ടും നമ്മൾ അടുക്കി പറക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ പറ്റുന്ന പോലൊക്കെ നമ്മൾ അടുക്കി പറക്കി. താഴെയും ഇതൊക്കെ ദാണ്ട് ഇത് ഉണ്ടായത് കുറേ കുപ്പികളാണ് കേട്ടോ. ഒരു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജ്യൂസ് വാങ്ങിക്കുന്നതും അല്ലാതെ കുപ്പി. അപ്പം നമ്മളവിടെ ആ ജംഗ്ഷനിലൊരു കുപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ സംഭവം വെച്ചിട്ടുണ്ട്, വലിയ കുപ്പി പോലെ. അപ്പോൾ അതിനകത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചു, പ്ലാസ്റ്റിക് കുപ്പി ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടേ. ഇതൊക്കെ നമുക്ക് ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിലുണ്ട്, ആ സമയത്ത് വെക്കാം. അതുപോലെ എൻ്റെ വട്ടക്കലം ഒന്ന് ഉണക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പൂപ്പടിക്കൂല കേട്ടോ. ഇതിപ്പോൾ എടുക്കാതെ എന്നിട്ട് പൂപ്പടിച്ചു. അപ്പം ഞാനൊന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കാം. അതുപോലെ ആ കുപ്പികളും. ഇപ്പം സമയം എത്രയെന്നറിയോ? 1:30 ആയിട്ടോ. അപ്പം നമുക്കിതൊന്ന് വെയിലത്തോട്ട് വെച്ചിട്ട് പോകാം. കണ്ടില്ലേ നേരത്തെ ബാഗും ഇപ്പോഴത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മാറ്റം കണ്ടില്ലേ മാറ്റം. ഇത്ര ചെറുതാണെങ്കിലും നിങ്ങൾ വിചാരിക്കണ്ടേ ചെറിയ പണിയുണ്ടായിരുന്നു കേട്ടോ. സമയം ഇത്ര ആയില്ലേ. അപ്പം എന്താ ഞാൻ മനസ്സിലായി, ഞാൻ ഒരു 11:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം സമയം 1:30 ആയി. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് മേളിലത്തെ തട്ടുകൂടെ വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അതാണ് കേട്ടോ. ഒന്ന് നല്ല പണിയാണ്. കാരണം എനിക്കിനി തുണിയൊക്കെ കഴുകാൻ കിടക്കുന്നു. മഴ പെയ്യല്ലേ ഭഗവാനേ. ഇതൊക്കെ കൊണ്ടുപോയി വെയിലത്ത് വെക്കുകയും ചെയ്യും, മഴയും പെയ്യും. ഈഹൻ്റെ വട്ടക്കലം ചിക്കൻ വെക്കാൻ വേണ്ടി അമ്മ വാങ്ങിച്ചു തന്ന വട്ടക്കലാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മളിപ്പം ക്വാണ്ടിറ്റി കുറച്ച് വെക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഈ വട്ടക്കല ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് മെയിൻ. പിന്നെ മീൻ വെക്കുന്നത് ചെറുത്, അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വലുത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി അവിടെ ഇരുന്നിട്ട് മഴ പൊഴിയുന്നു. പൊഴിയട്ടെ. വെയിൽ വരുവാണെങ്കിൽ ഉണങ്ങട്ടെ, അല്ലെങ്കിൽ നനയട്ടെ. എന്തായാലും നനഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം.
നമ്മളിവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളിവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ കുറേ പണികൾ. പക്ഷെ ഇനി സമയമില്ല, നമുക്ക് തുണി അണയാക്കാൻ പോകണം. കുറേ ഇനി അധികം അല്ലാത്ത പണികളുണ്ട്. ക്ലീനിങ് കൊണ്ടിരുന്നാൽ ക്ലീനിങ് മാത്രം നടക്കുകയുള്ളൂ, ബാക്കി പണികളൊന്നും നടക്കൂല. എന്നാലും നമ്മുടെ ഈ 3 തട്ടും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തടി പോലത്തെ ഒരു കളറാണ്, അതിൻ്റെ ഒരു കളറാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ബാബു കണ്ടോ, എൻ്റെ കൈയൊക്കെ കണ്ടോ, അതിനകത്ത് ആ ഒരു ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാന ഘട്ടത്തിലോട്ടായി. എൻ്റെ പൊട്ടൊക്കെ എൻ്റെ പോയി. ഇനിയിപ്പം ഞാനാണെങ്കിൽ തുടയ്ക്കുന്നതിൻ്റെ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോയിട്ട് ചായ കുടിക്കണം, പിന്നെ തുണി കഴുകണം, എന്നിട്ട് വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. കുറേ പ്രോസസ്സിങ് ഉണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ എന്തായാലും നേരത്തെ ബാക്ക്ഗ്രൗണ്ട് പോലല്ലല്ലോ, കുറേ നീറ്റായില്ലേ, നീറ്റ് ആൻഡ് ക്ലിയർ ആയി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. എന്നിട്ട് നമ്മുടെ തുടപ്പൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ക്ലീനിങ് അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ക്ലീനിങ് അവസാനിക്കൂല ഗൈസ്, എല്ലാ ദിവസവും ഇതന്നെ ചെയ്താലേ ഇങ്ങനെ തന്നെ നടക്കത്തുള്ളൂ, അതാണ്. തുടപ്പും നനപ്പും ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം എൻ്റെ കുളിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിയും. ഇവിടെ പിള്ളേർ നല്ല ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെയാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തലമുടിയിലൊക്കെ എണ്ണ പറ്റിയിട്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ കുളിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പരിപാടിയുടെ കഴിഞ്ഞിട്ട് വരട്ടെ. കുഞ്ഞിയും കാശിയൊക്കെ കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ബേബി കുളിച്ചില്ല, ബേബി ഇപ്പം കുളിക്കും. ഓക്കെ.